വിവാദമായ PMC പദ്ധതി തുടരാൻ സർക്കാർ തീരുമാനിച്ചതോടെ തിരിഞ്ഞുകുത്തി UDF നേതാക്കളുടെ പഴയ നിലപാടും പ്രസംഗങ്ങളും. അധികാരത്തിലെത്തിയാൽ പദ്ധതി അറബിക്കടലിൽ എറിയുമെന്ന നിലപാടിൽ നിന്ന് മന്ത്രി KM ഷാജി മലക്കം പറഞ്ഞു. PMCയിലെ UDF നിലപാട് മാറ്റം ആയുധമാക്കുകയാണ് പ്രതിപക്ഷം. ഈ സർക്കാർ അധികാരത്തിൽ വന്നാൽ ഗാന്ധിജിയെ തള്ളിപ്പറയുന്ന, നെഹ്റുവിനെ താഴെ ഇറക്കുന്ന ആ പാഠപുസ്തകങ്ങളിലേക്ക് നെഹ്റു കയറി വരും, ഗാന്ധിജി കയറി വരും. CPM-കാര RSSും നിങ്ങളും തമ്മിൽ ഡീലുണ്ടാക്കിയ PM-ശ്രീ എന്ന പദ്ധതി വലിച്ചു ചവട്ടുകൊട്ടയിലേക്ക് ഞങ്ങൾ എറിയും. അറബിക്കടലിൽ കൊണ്ടെടുക്കുക, പിന്നെ സർക്കാരിന് കരാർ അറിയാൻ പറ്റുമോ? അതൊക്കെ ടെക്നിക്കൽ പ്രസംഗത്തിൽ അങ്ങനെ പ്രയോഗമുണ്ടോ? അതൊക്കെ രാഷ്ട്രീയമായിട്ട് പറയുകയാണെങ്കിൽ അതൊക്കെ തെരുവിൽ പറയേണ്ടുന്ന രാഷ്ട്രീയമാണ്. പ്രതിപക്ഷത്തായിരുന്നപ്പോൾ സ്വീകരിച്ച കടുത്ത നിലപാട് അധികാരത്തിൽ വന്നപ്പോൾ UDF മയപ്പെടുത്തിയെന്നതിന് മന്ത്രി KM ഷാജിയുടെ ഈ പ്രതികരണങ്ങൾ തന്നെ ഉദാഹരണം. മുമ്പ് പറഞ്ഞത് തെരുവ് പ്രസംഗങ്ങളായി കണക്കാക്കിയാൽ മതിയെന്നാണ് മന്ത്രിയുടെ ന്യായീകരണം. KM ഷാജിയുടെ മലക്കമറിച്ചിൽ പ്രതിപക്ഷത്തിന് വീണുകിട്ടിയ വടിയായി. ഞങ്ങളിപ്പോൾ അറബിക്കടലിൽ ഇങ്ങനെ വല വീശിക്കൊണ്ടിരിക്കുകയാണ്, എന്തെങ്കിലും ഒരു അംശം കിട്ടുമെന്ന്. അന്ന് എടുത്ത നിലപാടിനോട് എന്തെങ്കിലും ഒരു ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആ പദ്ധതി വീണ്ടും തുടരുന്നതിന് വേണ്ടി തയ്യാറാകുന്നത് ഇരട്ടത്താപ്പാണ് എന്നുള്ളതാണ്. പദ്ധതി നടപ്പാക്കിയാൽ കേന്ദ്ര സർക്കാരിന്റെ പാഠ്യപദ്ധതി അനുവദിക്കില്ലെന്നായിരുന്നു LDF സർക്കാരിന്റെ നിലപാട്. അതിൽ നിന്ന് എന്തു മാറ്റമാണ് ഇപ്പോഴെന്ന് വിശദീകരിക്കാൻ UDF നേതാക്കൾക്ക് കഴിയുന്നുമില്ല. പദ്ധതി നടപ്പാക്കണമെന്നും രാഷ്ട്രീയ തർക്കങ്ങളുണ്ടെങ്കിൽ LDF-ഉം UDF-ഉം തീർക്കട്ടെ എന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഈ ഒപ്പിട്ടില്ല, ഓൾറെഡി ഇത് തുടങ്ങിക്കഴിഞ്ഞു, എഗ്രിമെന്റ് ആയി കഴിഞ്ഞു എന്നൊക്കെ പറയുന്നത് അവർ തങ്ങളിൽ സംസാരിച്ച് തീർക്കട്ടെ. അതിനകത്ത് എന്തെങ്കിലും രാഷ്ട്രീയമുണ്ടെങ്കിലും അവർ തങ്ങളിൽ അത് തീർക്കട്ടെ. PM-ശ്രീയുമായി മുന്നോട്ടു പോകാനുള്ള തീരുമാനത്തിനെതിരെ മുസ്ലിം സമുദായ സംഘടനകളും എതിർപ്പുയർത്തി കഴിഞ്ഞു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.